50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസം തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. ഈ 100-150 രൂപ കൊടുത്തിട്ട് ഒരാൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അയാളോട് വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായം പുള്ളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പല പ്രാവശ്യവും കട്ട് ചെയ്ത് 22 മിസ് കോളായി. പിന്നെ എന്തെങ്കിലും വിളിച്ച് പെട്ടെന്ന് എടുത്ത് എന്താ ചേട്ടാത്തത് എന്ത് പടമാണ് അപ്പൊ തന്നെ കട്ട് ചെയ്ത് ബ്ലോക്ക്. ഞാൻ പലപ്പോഴും പല എഡിറ്റേഴ്സിനോടും പറയാറുണ്ട്, നിങ്ങൾ റൈറ്ററുടെ ക്രെഡിറ്റ് കൂടെ എടുക്കണം. അതായത് അഡീഷണൽ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ആ എഡിറ്ററുടെ പേര് വരണം. കാരണം അയാളാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ആ ക്രെഡിറ്റ് കിട്ടണം എന്ന് പറയുന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് 20 സിനിമകളുടെ സാമ്പത്തിക വിജയം മാത്രം ചർച്ച ചെയ്താൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം ചിലപ്പോൾ ഒരു 10, 30 അല്ലെങ്കിൽ 40 ശ്രമങ്ങളും കൂടി ഉണ്ടാവും. നല്ല നല്ല അറ്റംപ്റ്റുകൾ, പല ജോണറിൽ പല രീതിയിലുള്ള ശ്രമങ്ങളുണ്ട്. അതും ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള പടങ്ങളെയും കൂടെ നമ്മൾ എൻ്റെ സാമ്പത്തിക നഷ്ടം മാത്രമല്ലാതെയുള്ള അറ്റംപ്റ്റുകളെയും കൂടെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. നമ്മൾ വിടുന്നത് പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വിടുന്ന ഒന്നും പാൻ ഇന്ത്യൻ അല്ല. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എങ്ങനെയാണ് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് മാറുന്നത്? ജിയോയുടെ പടം എങ്ങനെയാണ് അത് അങ്ങനെ ആയി മാറുന്നതാണ്. അല്ലാതെ ഡിസൈൻ ചെയ്യുന്ന സിനിമകളൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടായി വരുന്നൊരു ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. ശ്രുതി ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയും അത് ഭയങ്കര ആപേക്ഷികമാണെന്ന്. ഇപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെടും, ഇപ്പം നമ്മളുടെ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പടം അടുത്ത ആൾക്ക് വർക്കാവണമെന്നില്ല. ജോണർ സെൻട്രിക് ആയിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും. ഒരു ജെന്യുവിൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം അത് നമ്മൾ താങ്ങാവുന്ന തരത്തിലാണോ ഇനീഷ്യൽ സമയത്തൊക്കെ നമ്മൾ ഉണ്ടാവും? ഒരു സിനിമ തിയേറ്ററിലെത്തിയാലും ആളുകളെ കാണിച്ചു കഴിഞ്ഞാലും, അതായത് നമുക്ക് മാനുഷികമായിട്ടുള്ള സംഗതി ഉണ്ടാവില്ലേ. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു വർഷമൊക്കെ എഫേർട്ട് എടുത്തിട്ടുള്ളൊരു സംഗതിയായിട്ടായിരിക്കും സിനിമ കാണുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്, അയ്യോ എനിക്ക് ഒട്ടും വർക്കായില്ല എന്ന് പറയാം, ചിലപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് പറയാം. അങ്ങനെ ഒരു മിക്സഡ് ഒപ്പീനിയൻസ് ഒക്കെ വരാമല്ലോ. എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന അത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്, കൺസ്ട്രക്റ്റീവ് എന്താണ്? ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണാറുള്ളത്. കാരണം ഒരു കലാകാരി എന്നുള്ള നിലയിലും അതുപോലെ ഒരു സംവിധായിക എന്നുള്ള നിലയിലും എനിക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. എൻ്റെ സിനിമയിലെ പോരായ്മകളെക്കുറിച്ചും സംസാരിക്കണമല്ലോ. അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിലും ഞാനത് എടുക്കും. പക്ഷേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം മാത്രമേ ഞാൻ ചെവിക്കൊള്ളാറുള്ളൂ. അതല്ലാതെ വെറുതെ ചുമ്മാ എന്താ പറയുക ഒരു സിനിമയെ കയറി വിമർശിക്കുക പോലും അല്ലാതെ വെറുതെ സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, മുഖമില്ലാത്ത കുറേ മനുഷ്യർ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നു, അതിനെയൊന്നും ഞാൻ വകവയ്ക്കാറില്ല. അത് കൺസ്ട്രക്റ്റീവ് ആണോ ഒരു ക്രിറ്റിസിസം, അത് ഉറപ്പായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും അതിനെ ഞാൻ വളരെ പോസിറ്റീവ്ലിയാണ് കാണുന്നത്. കാരണം ഞാൻ എന്നെ തന്നെ കാണുന്നത് ഇപ്പം നേരത്തെ ജിയോ ചേട്ടൻ പറഞ്ഞ പോലെ ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ കാണുന്ന ഒരാളാണ്. ഞാൻ എന്ത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എങ്ങനെ ഒരു സിനിമയെ വിവക്ഷിക്കുന്നു, ഒരു സിനിമ കാണുമ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതുണ്ടായിരിക്കാം. അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും എനിക്കുണ്ട്. പിന്നെ ഈ 100-150 രൂപ കൊടുത്തിട്ട് ഒരാൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അയാളോട് വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിനുണ്ട്, പ്രേക്ഷകനുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ സിനിമ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക് കൊണ്ട് കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തിയൊരു സിനിമയാണ്. അതെ അതെ, അത് റിവ്യൂസ് വരാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ തുടങ്ങിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2 ദിവസം 3 ദിവസമൊക്കെയാണ് തിയേറ്ററുകൾ ഈ സിനിമ നിലനിർത്തിയത്. അതിനു മുൻപ് ഇത് പോയി. അത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെയൊക്കെ ഒരു അപര്യാപ്തത കൊണ്ട് സംഭവിച്ചതാണ്. അത് ഒരു ഗവൺമെൻറ് അല്ലാത്ത ഒരു പ്രൈവറ്റ് പ്രൊഡക്ഷൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ സമയം ഇത് തിയേറ്ററുകളിൽ നിലനിർത്താനായിട്ട് സാധിക്കുമായിരുന്നു ആ സിനിമയെ. അൺഫോർച്ചുനേറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട സിനിമയാണ്. ഒരു പ്രോഫിറ്റ് മേക്കിംഗ് മോട്ടീവോട് കൂടിയിട്ടല്ല ഈ സിനിമയെ അവർ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ലാഭം കിട്ടണമെന്ന് ഒരു പ്രൊഡക്ഷന് താല്പര്യമില്ല, ആഗ്രഹമില്ല. പക്ഷെ ഒരു സംവിധായിക എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. അത് ആളുകൾ കാണണം. എന്നാൽ മാത്രമേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇനിയൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ.
അത് നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ നെഗറ്റീവ് ആയിട്ടെങ്കിലും നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ചിലപ്പോൾ മനീഷ് കണ്ടിട്ടുണ്ടാവണം. നെഗറ്റീവ് നിങ്ങൾ വിമർശിച്ചോളൂ, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. കുറ്റം പറഞ്ഞോളൂ, കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ സിനിമ കാണണം എന്നായിരുന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്കിനും അതുപോലെ റിവ്യൂസിനും ക്രിറ്റിസിസത്തിനും ഒക്കെ നമ്മുടെ വളർച്ചയിലും നമ്മുടെ സിനിമയുടെ ഒരു ഗ്രാഫ് നിശ്ചയിക്കുന്നതിലും വലിയൊരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനെ അടച്ചധിക്ഷേപിക്കുന്നതിനോട്, ഫീഡ്ബാക്ക് പറയുന്നതിനോട്, നെഗറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നേരത്തെ ഇവിടെ ജിയോ ചേട്ടനും ബാക്കി എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാണ്, വളരെ വിവരമുള്ള മനുഷ്യരാണ് ഇവിടുത്തെ. അതല്ലാത്തൊരു പക്ഷം ഉണ്ടാവുമായിരിക്കാം, പക്ഷേ വളരെ പ്രബുദ്ധരാണ്. എല്ലാതരം സിനിമയെയും അവർക്ക് നന്നായിട്ട് തന്നെ വിമർശിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് റിവ്യൂ ചെയ്യാനും ഒക്കെ സാധിക്കുന്നവരാണ് ഇവിടുത്തെ മനുഷ്യർ. അപ്പോൾ അവരുടെ മുൻപിൽ നമ്മളൊരു സാധനം അവതരിപ്പിക്കുമ്പോൾ, ഒരു പ്രോഡക്റ്റ് കൊണ്ട് ചെല്ലുമ്പോൾ അവർ വിമർശിക്കരുതെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഫീഡ്ബാക്കിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ബേസിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ തിയേറ്റർ റെസ്പോൺസ്, തിയേറ്റർ റിവ്യൂ, ക്രിട്ടിക് സ്വഭാവത്തിലുള്ള റിവ്യൂ അല്ല, ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ ഇപ്പം ബേസിൻ്റെ വീട്ടിനകത്തുനിന്നായിരിക്കാം, ക്ലോസ് സർക്കിളായിരിക്കാം, അപരിചിതരായിട്ടുള്ള ഒരാളായിരിക്കാം, നമ്മളോട് പറയുന്നൊരു ഫീഡ്ബാക്ക്. ഇപ്പോൾ ഈ സിനിമ ഉണ്ട്, അത് ചിലപ്പം ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിരിക്കാം, പക്ഷേ അതിൽ നിങ്ങളൊഴികെ ബാക്കി എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതായിരിക്കാം. എങ്ങനെയാണ് ഈ പറയുന്ന ഫീഡ്ബാക്കുകൾ കാണുന്നത്? അത് ക്രിറ്റിസിസം ആവാം, പോസിറ്റീവ് ആവാം. അത് ചിലപ്പം ചില ആളുകളൊക്കെ പറയാറുണ്ട്, എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്, അതുവരെ എനിക്കത് പേഴ്സണലി എന്നെ ഡൗൺ ആക്കും എന്നൊക്കെ പല ആളുകളുടെയും പേഴ്സണൽ ഇമോഷൻ കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. എങ്ങനെയാണ് ബേസിൽ ആക്ടർ എന്നുള്ള രീതിയിലും ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഫീഡ്ബാക്ക് എന്നുള്ളത് ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണുന്നത്? അതെല്ലാം ആവാം, റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അല്ല, ഫീഡ്ബാക്കിന് ഈ പറയുന്ന പോലെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാറ്. കാരണം അത് കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള അടുത്തതിൽ എന്താണ് മാറ്റം വരിക എന്നുള്ളത് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 100% നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ കുറേ ആയിട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ കാണാത്ത പോയിൻറ്റ്സൊക്കെ അവർ നമ്മുടെ അടുത്ത് പറയുമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ നമ്മുടെ വീടിൻ്റെ അകത്തു നിന്നാണെങ്കിലും എനിക്ക് ഈ പ്രശ്നമുണ്ട്. ആക്ച്വലി പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും, ഇത് ഒക്കെ പറയും. പക്ഷേ പിന്നെ ഒന്നിരുന്ന് ആലോചിക്കും, മേ ബി ഇതിൻ്റെയൊക്കെ ഒരു എല്ലാം കഴിഞ്ഞ് എന്താണ്, സക്സസ് ആണോ ഫെയിലിയർ ആണോ വാട്ടെവർ, അതെല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ നമ്മൾ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യുമല്ലോ, എന്തുകൊണ്ടായിരിക്കും അയാൾ. എൻ്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അയാളുടെ മുഖം അടപ്പ് എനിക്കുണ്ടാവും. അയാൾ എന്തിനായിരിക്കും അത് എനിക്ക് കറക്റ്റായിട്ട് ഓരോ പേരുകൾ വരെ ഓർമ്മയുണ്ട്. മറ്റേ സിനിമയ്ക്ക് മിന്നൽ മുരളിയുടെ റിലീസിന്റെ 26 ഗോള് വന്നു. മിന്നൽ മുരളിയെ റിലീസായി അങ്ങനെ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് അല്ലെങ്കിൽ ആദ്യത്തെ ഷോയിന് കഴിഞ്ഞിങ്ങനെ സമയമാണ്. ഇപ്പം പുള്ളിയുടെ അതൊരു ബന്ധു റിലേറ്റീവ് വരാണ്ട് ഇങ്ങനെ റെഗുലറായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമോ, ഇതിങ്ങനെ അഭിപ്രായം പുള്ളി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പല പ്രാവശ്യവും കട്ട് ചെയ്ത് 22 മിസ് കോളായി. പിന്നെ എന്തെങ്കിലും ദുബായിൽ വിളിച്ചു പെട്ടെന്ന് എടുത്ത് എന്താ ചേട്ടാ തരുത്, എന്ത് പടമാണ്, അപ്പൊ തന്നെ കട്ട് ചെയ്ത് ബ്ലോക്ക് മേലാതാണ് വിളിക്കുന്നത്. പടം ഒന്ന് ഇറങ്ങുന്നത് ഇപ്പോഴേ പറയണ്ട, 26 മിസ് കോൾ അടിച്ചിട്ട് പറയണം. ബിസിയാണെങ്കിൽ കട്ട് ചെയ്ത് അവര് ഇരിച്ചിരിയെങ്കിലും മര്യാദ അന്നല്ലേ മിസ് കോളിന്റെ എത്ര മിസ് കോൾ. ഞാൻ എന്താ ചേട്ടാ പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയോ, കുടുംബത്തിൽ എന്തെങ്കിലും? ഇല്ല, പടം എന്ത് പടം, എനിക്ക് അത്ര വർക്കായില്ല. എന്നെ വിളിക്കുന്നത് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഫീഡ്ബാക്ക്. പക്ഷെ ആ ചേട്ടൻ എന്തുകൊണ്ട് അത് ഞാൻ ആലോചിക്കുന്നില്ല ആക്ച്വലി. അല്ലാതെ ഇത് കൺസ്ട്രക്റ്റീവായിട്ട് ആലോചിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫീഡ്ബാക്ക്, റിവ്യൂസ് അടക്കം, റിവ്യൂസും അത് വാട്ടെവർ റിട്ടേൺ ആർട്ടിക്കിൾ, ഐ മീൻ ഓൺലൈൻ റിവ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന വ്ളോഗേഴ്സ്, എല്ലാം ആലോചിക്കും എന്തുകൊണ്ട് അയാൾ അത് പറഞ്ഞത്. അത് അനുസരിച്ചിട്ട് മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട്. ഗോദയിൽ വന്ന ക്രിറ്റിസിസംസ് മാറ്റാൻ മിന്നൽ മുരളിയിൽ ശ്രമിച്ചിട്ടുണ്ട്. മിന്നൽ മുരളിക്ക് വന്ന ക്രിറ്റിസിസംസ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കമൻറ്റ് സെക്ഷനും വായിക്കാറുണ്ട്, കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഫീഡ്ബാക്സും വായിക്കാറുണ്ട്. ഇപ്പോൾ അനോണിമസ് പ്രൊഫൈലിൽ നിന്ന് വെറുതെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ പ്രോപ്പറായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള വീഡിയോ എസ്സേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാർ പലതും ഫീഡ്ബാക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അടുത്ത പടത്തിനുള്ള ഐഡിയ വരെ കിട്ടും. അവർ നല്ല ഐഡിയാസൊക്കെ അതിൻ്റെ അകത്ത് എഴുതുന്നത്, ഇത് കൊള്ളാമല്ലോ, അങ്ങനെ ആലോചിച്ചോ. മിന്നൽ മുരളി 2ൻ്റെ ഐഡിയ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഏരിയ നമുക്ക്, ഞാൻ ആക്ച്വലി ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് വരുന്ന ഒരു ജനറേഷൻ എന്ന് വരുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്കിത് മൊബൈൽ ഫുൾ ടൈം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വെറുതെ ഫുൾ ടൈം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. മൊബൈൽ എടുക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, യൂട്യൂബ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിപ്പോൾ മുഖങ്ങളാവണമെന്നില്ല ആരാണെങ്കിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി
ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാറുണ്ട്. ടേക്ക് അവേസ് എന്തൊക്കെയാണോ അതൊക്കെ എടുക്കാറുണ്ട്. അത് ഡെഫിനറ്റ്ലി അടുത്തതിലേക്ക് മാറ്റാനും ശ്രമിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ വന്നിട്ട് ഒരു സിനിമ എടുത്തൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. കുഞ്ഞിരാമായണം എടുത്ത് കഴിഞ്ഞപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഇനി അടുത്ത ഓർഡർ അപ്പോഴാണ് കൂടുതൽ ടെൻഷനായത്. അയ്യോ സിനിമ ഹിറ്റായി, ഇനിയിപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ, ഇനിയിപ്പോൾ അത് ഫ്ലോപ്പായിരുന്നെങ്കിൽ തിരിച്ച് വീണ്ടും IT കമ്പനിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സിനിമ ഹിറ്റായി, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണമല്ലോ. അപ്പോൾ നോക്കുമ്പോഴാണ് മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങുന്നത്, ടേക്ക് ഓഫ് ഇറങ്ങുന്നത്. അയ്യോ ലിജോ പുള്ളിയൊക്കെ ഇവിടെ ഇരിക്കേണ്ടതാണ്, LJP ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സിനിമ എടുക്കുന്നു. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെയാണ് ഞാൻ സിനിമ എടുക്കേണ്ടത്, ഇവരുടെ സിനിമകളുടെ കൂടെയാണ് എൻ്റെ സിനിമേനെയും ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഫീഡ്ബാക്സും ക്രിറ്റിസിസവും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആലോചിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകും. അത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാപ്പിയാണ്. ആ ഒരു പ്രോസസ്സ് എപ്പോഴും അതിൽ ഹുക്ഡ് ആവുന്നു എന്നുള്ളത്. ദിലീഷിൻ്റെ കാര്യത്തില്ലേ, ദിലീഷിന് അങ്ങനെ ഒരു ഇപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു 99.99 എല്ലാവരും പറയുന്നു. ഞാൻ പറയുന്നത് നമ്മളൊരു പോത്തട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു ടേം തന്നെ ചെയ്യുന്നു. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹെവി വെയിറ്റ്, അതായത് അടുത്ത പടം ആകുമ്പോഴേക്ക് ഇറക്കി വെക്കാൻ പറ്റാത്തൊരു ഭാരം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി മേളിൽ കയറുകയാണല്ലോ. അങ്ങനെ അത് ഒരു പീസ് ഓഫ് മൈൻഡോടെ ക്രിറ്റിസിസം കാണാൻ പറ്റുന്ന സിനാരിയോ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ നമ്മുടെ സിനിമയ്ക്ക് മേളിലുണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഭാരം എന്ന് പറയുന്നത് ഭാരം കൂടുതലായിട്ട് തന്നെ അനുഭവിക്കുന്ന ആളായിരുന്നു? മഹേഷ് ഇങ്ങനെ പടം സക്സസ് ആയിരുന്നു. എനിക്ക് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പം പടം ബേസിക്കലി ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സക്സസ് ആയി തിയേറ്ററിൽ എന്നുള്ളത് മാത്രമാണ് ഞാൻ എടുത്ത് വിലയിരുത്തിയത്. അപ്പോൾ ഞാൻ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പം ആളുകൾ ഞാൻ നല്ല സിനിമയാണെന്നൊക്കെ പറയുമ്പം എനിക്കിപ്പം അടുത്തൊരു സിനിമ കുറച്ച് കൊമേഴ്ഷ്യലി വിജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു ബോധ്യമാണ് എന്നിലുണ്ടാക്കിയത് മഹേഷിൻ്റെ സക്സസ്. അപ്പോൾ ഞാൻ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു 50 ദിവസം ഓടേണ്ട സിനിമയാവണം എന്ന് ഞാൻ മഹേഷിൻ്റെ പ്രോസസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 90 മുതലെത്തിയപ്പോൾ ഞാനത് നല്ലൊരു സിനിമയായാൽ മതി, അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് 25,000 കുഴപ്പമില്ല എന്നൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് അത് തന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് 90 മുതലിലേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. കാരണം മഹേഷിന് അവാർഡുകൾ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പേ ഞാൻ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഫിയർ അങ്ങനെ അതങ്ങ് തുടങ്ങി, ഇനിയിപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങ് പോയെന്നുള്ളതേ ഉണ്ട്. ഈ പാരലലി പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ടല്ലോ, പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ ഒരു ചേഞ്ച് കൂടി വരുമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് നമ്മൾ തിയേറ്ററിൽ എത്തണം, സക്സസ് ആവണം, ഇത്രയും മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന സിനാരി വരും. ഇപ്പം പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവിൽ ആളുകൾ വരുന്ന സമയത്ത് ഇത് ആദ്യ ഷോ കഴിഞ്ഞിട്ട് എന്താണ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളത് വേറെ തരത്തിലൊരു ഫിയർ തന്നെ ആയി മാറാവുന്ന സാധ്യത ഉണ്ടല്ലോ. ഒരു ഓക്കെ നെക്സ്റ്റ് ചാൻസിൽ അടുത്ത പടം കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം എന്നുള്ളതിന് പകരം പ്രൊഡ്യൂസർ ആകുമ്പോൾ നമുക്കതൊരു വലിയ മണി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ വരുമല്ലോ. ഇപ്പം ഭാവന സ്റ്റുഡിയോസിൻ്റെ ആണെങ്കിലും വർക്കിംഗ് ക്ലാസ് ഹീറോയിൻ്റെ ആണെങ്കിലും പ്രൊഡക്ഷൻ പാർട്ടാണല്ലോ. പ്രൊഡക്ഷൻ പാർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആക്ടിങ് പാർട്ട് വരുമ്പോൾ അതും പീസ് ഓഫ് മൈൻഡ് ആവുക. ഡയറക്ഷൻ പാർട്ടിൽ ഇത് പറഞ്ഞു, ഈ മറ്റ് രണ്ട് അങ്ങനെ തന്നെ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ആക്ടിങ്ങിൽ ഞാൻ പലരും പല അഭിപ്രായങ്ങൾ പറയുള്ളൂ. ഇതിപ്പോൾ ഭയങ്കര ടേസ്റ്റൊക്കെ അങ്ങനെ ഞാൻ ഭയങ്കര ഘടകമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആരാണ് നമ്മളോട് ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും വിലയിരുത്താറുണ്ട്. ഇയാൾ മുമ്പ് പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ നോക്കാറുണ്ട്. അതനുസരിച്ച് ഞാൻ അങ്ങനെ സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ആലോചന ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നൽ അയാൾ പറഞ്ഞു, അപ്പോൾ അയാളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് എന്താണ് ആക്ച്വലി അത് ഞാനിങ്ങനെ എൻ്റെ ഒരു ആലോചനയായിട്ട് കമ്പയർ ചെയ്യാറേ ഉള്ളൂ. ഞാൻ നേരെ അതങ്ങ് സ്വീകരിച്ചേക്കാം എന്ന് പൊതുവെ എടുക്കലില്ല. അതിനെ ഞാൻ നോക്കിക്കാണും. അതിങ്ങനെ ഒരേ സാധനം തന്നെ ആവർത്തിച്ച് പലരും പറഞ്ഞാൽ പല റിവ്യൂകളിൽ ഒരേപോലത്തെ കണ്ടു കഴിഞ്ഞാലൊക്കെ പിന്നെ നമ്മൾ കാലങ്ങളായിട്ട് ക്രിയേറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ADs ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആശങ്കകൾ ഞാൻ ചിലപ്പോൾ അവരുടെയും കൂടെയൊക്കെ അഭിപ്രായം എടുക്കും. കാരണം അവരുടെ ഒരു അഭിപ്രായത്തെ എനിക്ക് കുറച്ചും കൂടെ വിലയിരുത്താൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനൊരു ചേർന്ന് പോവാം നീ ആ അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ബോറായിരുന്നു ആ പടത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ, നമുക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പൊതുവെ എഡിറ്റർമാരെ ഒരു ജഡ്ജ് പോലെയാണ് പലപ്പോഴും ഫിലിം മേക്കേഴ്സ് എല്ലാം കാണുന്നത്. കാരണം വെച്ചാൽ പലപ്പോഴും എഡിറ്റർ സേവ് ചെയ്തോളും, അല്ലാതെ എഡിറ്റർ നോക്കിക്കോളും എന്നുള്ളത്. കാരണം വെച്ചാൽ കുറച്ചുകൂടി മറ്റേ വിധിക്കാനുള്ള ഉത്തരവാദിത്തം പോലെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റിന്റെ തൊട്ടടുത്തുള്ള ഒരാളായിട്ടാണല്ലോ എഡിറ്റർ കാണുന്നത്. ഈ മഹേഷ് ഇതിന്റെ റിവേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്, എഡിറ്ററുടെ പെർസ്പെക്റ്റീവിൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്.
ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫിലിം മേക്കറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എഡിറ്ററുടെ ടേബിളിൽ എത്തുമ്പം എങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാത്തരം സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെയും എല്ലാത്തരം സിനിമകളിലും മഹേഷിന്റെ ടേസ്റ്റിനോട് ചേർന്ന രീതിയിൽ ഇത് പൂർത്തിയാക്കാനും പറ്റണമെന്നില്ലല്ലോ. അല്ല, അതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സിനിമകൾക്ക് ഞാൻ പൂർണ്ണമായിട്ടും ആ ഡയറക്ടറുടെയും റൈറ്ററുടെയും ട്രസ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് എന്താണ് അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ചാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇപ്പം അതിപ്പോൾ അതിലും ഈ നമ്മൾ ഓഡിയൻസിനെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഡിയൻസിലേക്ക് അത് കിട്ടുന്നുണ്ടോ, അവർ ഏത് തരത്തിലാണ് അതിനെ ആഗ്രഹിക്കുന്നത്, ആ ഡയറക്ടറിന് എന്ത് തരത്തിലാണ് ഈ കഥ പറയേണ്ടത്. ഇപ്പം പലപ്പോഴും ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡയറക്ടറിൻ്റെ വരുന്ന പല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നറേഷനായി പറയും. അപ്പം നറേഷനിൽ അത് മിക്കപ്പോഴും പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഈ നറേഷനിൽ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ തലയിൽ ഈ സിനിമ മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ, ഇവർക്കത് കിട്ടുന്നുണ്ടോ, മുഴുവൻ സിനിമയും അവർ നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഒരു എഡിറ്റ് പെർസ്പെക്റ്റീവിൽ സിനിമ കാണാൻ പറ്റുന്ന ആൾക്ക് ഒരു സിനിമ മുഴുവൻ നറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അറ്റ്ലീസ്റ്റ് അത് പറയാനെങ്കിലും പറ്റണം. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും ഞാൻ എൻ്റെ ജഡ്ജ്മെൻ്റായിട്ട് എടുക്കുന്നത്. പിന്നീട് ഞാൻ ഈ സെല്ലോയുടെ കാലത്ത് എഡിറ്റ് ചെയ്തത് ഫിലിമിൻ്റെ കാലത്തോട്ട് വന്നപ്പോഴേക്കും പൊതുവേ ഇതിനോടുള്ളൊരു ഈ മീഡിയത്തിനോടുള്ള റെസ്പെക്റ്റ് കുറച്ച് ചെറുതായിട്ട് കുറഞ്ഞു. അവിടെയൊക്കെ ആയിട്ട് ഇത് അങ്ങ് അലിഞ്ഞു പോയി. കാരണം പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളായിട്ട് എഡിറ്റർമാർ ഈ പണി നിർത്തി. അവർ പറയുന്നത് ഇപ്പോൾ 1 മിനിറ്റ് സീനിന് വേണ്ടിയിട്ട് ഏതാണ്ട് 2-2.5 മണിക്കൂർ കാണേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫുട്ടേജ് അത്രയും ഫുട്ടേജാണ്. അപ്പോൾ ഫുട്ടേജ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കവറേജാണ്. ഇത് കണ്ടു തീർക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇപ്പോൾ എഡിറ്റർ എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഒരു അസംബ്ലി മെഷീൻ പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടങ്ങ് തള്ളിയിട്ട് പിന്നെ ഇവിടുന്ന് ഒരു സിനിമ ഉണ്ടാക്കി എന്നിട്ട് ഫസ്റ്റ് കട്ടിൽ. പണ്ടൊക്കെ ഞാൻ ഫിലിമിൻ്റെ കാലത്ത് നമുക്കൊരു ഒരുമിച്ച് റഷ് കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സ് ഇപ്പം ഇല്ല. ഒരുമിച്ച് റഷ് കാണുക എന്നൊരു പ്രോസസ്സ് ഇല്ല. ഇത് അവിടുന്നും എക്സ്പോസ് ചെയ്യുന്നു, ഇവിടുന്നും എക്സ്പോസ് ചെയ്യുന്നു. ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് ചിലരുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് ഇയാൾ സേവ് ചെയ്തോളും, ഇതെങ്ങനെയെങ്കിലും ഇവിടെ ഉണ്ടായിക്കോളും. അപ്പോൾ ഞാൻ പലപ്പോഴും പല എഡിറ്റേഴ്സിനോടും പറയാറുണ്ട്, നിങ്ങൾ റൈറ്ററുടെ ക്രെഡിറ്റ് കൂടെ എടുക്കണം. അതായത് അഡീഷണൽ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ആ എഡിറ്ററുടെ പേര് വരണം. കാരണം അയാളാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ക്രെഡിറ്റ് കിട്ടണം എന്ന് പറയുന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. പിന്നെ ഇത് സ്വന്തം സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന പോലെ ആരോടും ഞാൻ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഞാൻ എൻ്റെ എഡിറ്റിന് വേണ്ടി എൻ്റെ എഴുത്ത് ഡിസൈൻ ചെയ്യുന്നു, ആ എഴുത്ത് അതുപോലെ ഞാൻ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുക. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് 1 ഇഞ്ച് പോലും ഞാൻ മാറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് എവിടെയോ ഞാൻ അതിൽ സ്റ്റക്കാണ് പലപ്പോഴായിട്ട്. അത് ഒരു പരിധി വരെയൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ ലിബറേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അതെന്തുകൊണ്ടോ ഈ എഡിറ്റർ ബുദ്ധി നേരത്തെ ചിന്തിച്ചു തുടങ്ങും, ഓക്കെ ഇത് ഇവിടെ നിന്നാണ് ഇത് പോകുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആവുക, എൻ്റെ എഴുത്തിൻ്റെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആവുന്ന എഡിറ്റിംഗ് ടേബിളിലാണ്. എഡിറ്റിംഗ് തീരുമ്പോഴാണ് ഓക്കെ ഇതാണ് ഡ്രാഫ്റ്റ്, ഓക്കെ ഇത് വെച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദിലീഷ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടുന്ന് എന്ന് പറഞ്ഞ ആ ഒരു പിടുത്തം വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് ടേക്സ് എനിക്ക് കൂടുതലായിരിക്കും, പക്ഷേ എനിക്ക് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ കാരണം നമ്പർ ഓഫ് ഡേയ്സും പൊതുവെ ഇപ്പോൾ മാലിക് പോലൊരു പടം എനിക്കൊന്ന് 89 ദിവസമാണ് അങ്ങനൊരു പടത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ദിവസം പോരാ അങ്ങനെ ഒരു പടം നോക്കുമ്പോൾ. അത് ഇപ്പോൾ ടേക്ക് ഓഫിലോട്ട് വരുമ്പം 50 ദിവസം താഴെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്ന ഈ എഡിറ്ററിൻ്റെ ബ്രെയിൻ ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടാണ്. അങ്ങനെ ഞാൻ ആരെയും ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. അത് ഭയങ്കര റോങ്ങാണ്. കാരണം നമുക്ക് പലതും നഷ്ടപ്പെടും. പക്ഷേ മഹേഷ് അതിനകത്ത് ഇതാവേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ മഹേഷിൻ്റെ സ്ട്രെങ്തും അത് തന്നെയാണെന്നാണ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത്. ആ സ്ട്രെങ്തും അത് തന്നെയാണ്, ആ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത് കഴിഞ്ഞാൽ ഇപ്പം ദിലീഷിന്റെ ബോഡി ഓഫ് വർക്ക് വേറൊരു രീതിയിലാണ്, മഹേഷിന്റെ വേറൊരു രീതിയിലാണ്. ദിലീഷ് ഒരു ത്രൂ ഔട്ട് പ്രധാനപ്പെട്ട റോള് മാലിക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ആക്ടറായിട്ട് പോയ സമയത്ത് എന്താണ് ഈ കണ്ടൊരു വ്യത്യാസം? എന്താണ്? ഞാൻ അന്നേരപ്പോഴും ഇങ്ങനെ മഹേഷിനോട് സംസാരിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ഒരു പ്രോസസ്സിന് നേരെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. മഹേഷിൻ്റെ സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, മഹേഷിൻ്റെ ഷോട്ടിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, അതിലെ ലൈറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, അതിൽ പോക്കറ്റിൽ കുത്തേണ്ട പേനയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ധാരണ മഹേഷിന് കൊടുക്കുകയും വേണ്ട. എനിക്കത് ആവശ്യമില്ല. അല്ലേ പറയുന്നത്? അത് ഞാൻ പറയുന്ന ഒരു അല്ലേ കറക്റ്റാണ്. കാരണം മഹേഷ് അതിനെ അങ്ങനെ ആ സിനിമേനെ ഉള്ളിൽ കണ്ടിരിക്കുകയാണ്. ആ സിനിമ മാറ്റാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവരിൽ നിന്നൊക്കെ പഠിക്കുന്നത് ഇവരൊക്കെ പലയിടത്തും റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദിലീഷ് പറഞ്ഞ പോലെ ഒരു ആക്ടർ പെർഫോം ചെയ്ത് തുടങ്ങുമ്പം അതിൽ നിന്ന് പുള്ളി ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുക കൂടുതൽ. ഞാൻ ആ മനസ്സിലാക്കൽ എവിടെയോ ഞാൻ കട്ട് ഓഫ് ചെയ്തു. ഞാൻ ഈ മനസ്സിലാക്കൽ എൻ്റെ മനസ്സിൽ നടത്തി കഴിഞ്ഞു. അത് തെറ്റാണ്.
ഞാൻ പറഞ്ഞാൽ കുറേ കൂടെ ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നുള്ള. അപ്പം ഇപ്പം ഞാൻ ദിലീഷ് ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാവാറുണ്ട്. കാരണം നിങ്ങൾക്ക് ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അറിയിപ്പ് പോലത്തെ ഒരു സിനിമ വന്നപ്പോഴും ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഫാക്ടറി വേണം, എല്ലാവരും പ്രൊഡക്ഷനും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ചാക്കോച്ചനൊക്കെ വന്ന് ചോദിച്ചു, നമുക്ക് ഇറാഖ് ഇവിടെ ഉണ്ടാക്കിയല്ലേ, നമുക്ക് ഫാക്ടറി ഇവിടെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പടം ഓർഡറിൽ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിച്ച് ഫാക്ടറി നോയിഡയിൽ കൊണ്ടുവന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. രാവിലെ ഫാക്ടറി, വൈകുന്നേരം വീട് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ ഞാൻ, കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കൊതി കൊണ്ടാണ്. അത് സ്വന്തമായിട്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടും കൂടെ ആ ഒരു നമുക്ക് ആ ഡിമാൻഡ് സാധ്യമാവുന്നത്. അങ്ങനെയും കൂടെ ഒരു സംഭവം വരുന്നതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മാലിക്കിനകത്തൊക്കെ ചില സമയത്ത് ഇത്രയും ജൂനിയേഴ്സൊക്കെ വരുന്ന സമയത്ത്, ഒരു സമയത്ത് മാലിക്കിൻ്റെ സമയത്ത് ഇത്രയും പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർമാരൊക്കെ എൻ്റെ അടുത്ത് വന്നു, ഇനി ജൂനിയേഴ്സ് ഇല്ല കേരളത്തിൽ എന്ന് പറഞ്ഞു. ഇനി ഇല്ല, ഇനി ഇവിടുത്തെ ജൂനിയേഴ്സ് നിങ്ങൾ തെറി പറയണ്ട, ജൂനിയേഴ്സ് ഇല്ല, കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു, ഇത് എവിടെ കൊണ്ട് തീർക്കും, എങ്ങനെയെങ്കിലും കൂട്ടി കെട്ടണ്ടേ. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ആ ഒരു സ്ട്രെസ് സത്യം പറഞ്ഞാലുണ്ട്, സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ക്ലാരിറ്റിയോട് കൂടി പോയില്ലെങ്കിൽ, ചിലപ്പോൾ ഈ എഡിറ്റ് ക്ലാരിറ്റിയോട് കൂടി പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ആയി പോവാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കൈ നിൽക്കാതെ വരാം, ചിലപ്പോൾ ഒത്തിരി ദിവസങ്ങൾ പോയി. എനിക്ക് പൊതുവെ എൻ്റെ സിനിമകളിൽ എഡിറ്റ് വേസ്റ്റേജ് കുറവാണ്. നമ്മളങ്ങനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ്, വളരെ കുറച്ച് സീൻസേ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. അത് ചിലപ്പോൾ ആൾക്കാർക്കൊരു പ്രശ്നം, ഇപ്പം മാലിക്കിനകത്ത് നിന്ന് ഏറ്റവും വലിയ വിമർശനം എനിക്ക് കിട്ടിയതും പലപ്പോഴും ചില ഇമോഷൻസ് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്നുള്ള ഇമോഷൻ. അപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഞാനത് എവിടെയോ ഞാൻ തന്നെ വെട്ടിക്കളഞ്ഞു, എഴുത്തിൽ തന്നെ വെട്ടിക്കളഞ്ഞു. അത് ഞാൻ തന്നെ ചെയ്യുന്ന എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം അത് ഞാൻ അടുത്ത പടത്തിലേക്ക് എത്തുമ്പോൾ ഞാനത് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ കൂടുതൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേരുടെ സിനിമകളുടെ സ്വഭാവത്തിന്റെ ഡിഫറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ ഓർഗാനിക് ആയിട്ട് സിനിമ ഇവോൾവ് ആയി വരുന്നു. മറ്റേ സിനിമകൾ എന്ന് പറഞ്ഞാൽ സ്കെയിൽ അതായതുകൊണ്ട് നമുക്ക് അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ബേസിക്കലി നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഷോട്ട് ഡിസൈൻ ചെയ്ത് ആ ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെറ്റപ്പിലേക്ക് പോകണം. ഇനി ഇതൊന്നും ആലോചിക്കണ്ട, കഴിഞ്ഞു. കാരണം ഇനി ഇത് ഷൂട്ട് ഞാൻ ആക്ച്വലി ലൊക്കേഷനിൽ ഇരിക്കാറില്ല, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം പലപ്പോഴും മോണിറ്റർ എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ നടക്കുക. അപ്പം നടപ്പാണ് നമ്മുടെ ഒരു രീതി, അതിനകത്തൂടെ കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ ഈ നേരത്തെ പറഞ്ഞതിൽ ഈ പറയുന്ന ഒരു പെർഫോം ഒരാൾ ചെയ്ത് വന്ന് ചിലപ്പം അടുത്ത സീൻ തന്നെ ആവശ്യം ഉണ്ടാവില്ല, ആ പെർഫോമൻസ് അതുകൂടി കവർ ചെയ്ത് ദിലീഷ് എല്ലാം വലിയ പ്രോസസ് മൊത്തം റിഹേഴ്സലൊക്കെ. അപ്പോഴാണ് മൊത്തത്തിൽ ആ സീൻ അങ്ങനെയാണ് നമ്മളും ഇവരെല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, പക്ഷെ സീനിന്റെ സ്വഭാവമൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ജോജിയിൽ അഭിനയിച്ചുകൊണ്ട് ഈ വ്യത്യാസം ഡെഫിനറ്റ്ലി. അപ്പൊ ചിലപ്പോൾ ഇങ്ങനത്തെ ഇതിലൂടെ ഒരു നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സാധനം ഒരാളൊന്ന് പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ സീൻസ് കൂടും. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട്. പോയി കഴിയുമ്പോൾ എന്നാൽ വേറൊരു സാധനം ആഡ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും. ഈ നല്ല കിടിലൻ ആൾക്കാർ വന്നിട്ട് ചില ഐറ്റംസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയുണ്ട്. മറ്റൊരു ഇവിടുന്ന് ഈ ഇവിടം വരെ നടന്നിട്ട് കട്ട് വേറെ ഇത് ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാൻ വേണ്ടി എല്ലാം ഉണ്ട്. മറ്റേത് പറഞ്ഞാൽ കൊറിയോഗ്രാഫ്ഡ് ആണല്ലോ ഓൾറെഡി. അവിടുന്ന് ഇവിടം വരെ നടന്ന് ഇവിടെ വന്നിട്ട് ഈ ലൈറ്റ് അവിടെ ഇവിടെ വെച്ചിട്ട് ഇവിടെ കട്ട് പോയിന്റ് അവിടെ ഇവിടെ എല്ലാം വലിപ്പം ഭയങ്കര ഫാക്ടർ ആയിരിക്കും. ഞാനിപ്പോൾ ഈ ജോജിയിലെ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ സീൻ എടുക്കാമെന്ന് കരുതുന്നു. ഇന്നിവിടെ വന്ന് നമ്മളിത് റിഹേഴ്സലൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇന്ന് നോക്കണം, നാളെ എടുക്കാമെന്ന് പറഞ്ഞാൽ ആകെ 4 പേര് മതി, കൂടുതൽ ആൾ വേണ്ട. 4 പേര് ഒരു വടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീൻ എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഹെലികോപ്റ്ററും വെടി പടക്കം ബോംബും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ സമയം ഭയങ്കര ഘടകമായിട്ടാണ്. നമ്മളിപ്പം സിനിമ ഇപ്പം യങ്സ്റ്റേഴ്സിന്റെ ടേസ്റ്റ് ഒക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പോലെ പ്രേക്ഷകന്റെ രൂപം പിടികിട്ടുന്നില്ല. ഇപ്പം പലപ്പോഴും ഈ പ്രിവ്യൂ ഘട്ടത്തിലൊക്കെ പലപ്പോഴും ഓഡിയൻസ് പറയുന്നത് തിയേറ്ററിൽ എന്താവും അറിയില്ല എന്നുള്ളത്. കാരണം തിയേറ്ററിനെ കുറിച്ച് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർ എങ്ങനെയാണ്, ഏത് ഹിറ്റാവും ഏത് ഫ്ലോപ്പ് ആവുന്ന നേരത്തേക്കാളും ഇൻസെക്യൂർ ആവുന്ന ഒരു ഫിലിം മേക്കേഴ്സിനും മറ്റ് പല ടെക്നീഷ്യൻസിനെയും കാണാറുണ്ട്. ഞാൻ പറയുന്നത് ഈ പറയുന്ന സിനിമയുടെ ഒരു ഡിസ്കഷൻ തിയേറ്റർ എന്താവും എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ഇൻസെക്യൂർ ആയിട്ടുണ്ടോ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതായത് ഏത് പടം ഹിറ്റാവും ഏത് പടം ഫ്ലോപ്പായി എങ്ങനെ. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 300-ന് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇൻഡസ്ട്രിയാണ് കഴിഞ്ഞ വർഷം. അതിലൊരു 20-ൽ താഴെയാണ് ഏതെങ്കിലും തരത്തിൽ കവർ ചെയ്ത് പോയി, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ചെയ്ത് പോയി അല്ലെങ്കിൽ സക്സസ് ആയി എന്നൊക്കെ പറയാവുന്ന സിനിമകൾ. ഈ നിങ്ങളിൽ തന്നെ പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ ആക്ടിങ്ങിന് പല 2-3 സെക്ടറിൽ നിൽക്കുന്ന ആളുണ്ട്. എന്താണ് ദിലീഷിന് എന്താ തോന്നുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നത് 20 സിനിമകളുടെ സാമ്പത്തിക വിജയം മാത്രം ചർച്ച ചെയ്താൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം ചിലപ്പോൾ ഒരു 10-ഓ 30-ഓ അല്ലെങ്കിൽ 40-ഓ ശ്രമങ്ങളും കൂടി ഉണ്ടാവും. നല്ല അറ്റംപ്റ്റുകൾ പല ജോണറിൽ പല രീതിയിലുള്ള ശ്രമങ്ങളുണ്ട്.
അതും ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള പടങ്ങളെയും കൂടെ നമ്മൾ ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം മാത്രമല്ലാതെയുള്ള അറ്റംപ്റ്റുകളെയും കൂടെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് വേണം. ഞാനതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ഇവിടെ കുറേ നമുക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം സിനിമേനെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്ക് തലേദിവസം ഇന്ന് വരെ കാണാത്ത പടം തലേദിവസം നമ്മൾ പോയിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ പടമാണ്, ഇന്നാണ് നമ്മൾ കഥ അറിയില്ല, ഒന്നും അറിയില്ല, തലേദിവസം പ്രിവ്യൂ നമ്മളെ കാണിച്ചാൽ പോലും നമുക്കത് ഇഷ്ടപ്പെടാതിരിക്കുക, ഇത് നാളെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നമുക്കത് ആർക്കും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല സിനിമകൾ ഏത് ജോണറിലായാലും ആ കാറ്റഗറിയിലെ ബെസ്റ്റ് സിനിമകൾ എപ്പോൾ ഇറങ്ങിയാലും അത് ഓടും. അതല്ലാതെ അതിനിപ്പം ഇപ്പം ഈ ജോണറിലുള്ള ഈ വർഷം എത്ര പടങ്ങൾ വരും എന്നതിനേക്ക് ആശ്രയിച്ചിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം. ഡിസ്കഷൻ കുറച്ചുകൂടി ഇപ്പോൾ ബേസിലുള്ള ഡിസ്കഷൻ കുറച്ചുകൂടി ഒരു 100 കോടി കിട്ടിയ നല്ല സിനിമ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന 100 കോർ 50 കോർ അങ്ങനെ ഒരു കോടി ക്ലബ്ബുമായി ചേർത്ത് പറയുന്ന രീതിയിലേക്കൊരു ഇൻഡസ്ട്രി ടോക്കോ അല്ലെങ്കിൽ ഡിസ്കഷനോ കൂടുതലായി മാറിയിട്ടുണ്ടോ? കാരണം എല്ലാ ലാംഗ്വേജിൻ്റെയും കാര്യം പറയുമ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും പടങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് അവിടുത്തെ ഈ 100 കോടി പടങ്ങൾ 200 കോടി പടങ്ങൾ അങ്ങനെ ഈ പറയുന്ന ഫിഗേഴ്സും നമ്പർ ഗെയിമിലെ സിനിമകളല്ലേ, അങ്ങനെ ഒരു സംഗതി കൂടി വരുന്നില്ലേ? അത് ഈ ബിസിനസ് ഇപ്പോൾ ട്വിറ്ററിലും ഒക്കെയാണ് അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. മറ്റേ പറയുന്ന പോലെ ലിസ്റ്റുകൾ വരുന്നത് ഒരു സിനിമേനെ ജഡ്ജ് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് 10 സിനിമ എന്ന് പറയുന്നത് കളക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എത്ര കോടി കിട്ടി എന്നുള്ളതാണ് അവരുടെ. അപ്പോൾ ഡെഫിനറ്റ്ലി സിനിമയുടെ സക്സസിന് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും ബെസ്റ്റ് സിനിമകൾ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന നമ്പേഴ്സിൻ്റെ അപ്പുറത്തേക്ക് കമേഴ്ഷ്യൽ സ്പേസിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന നമ്പേഴ്സ് തന്നെയാണ് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു തരത്തിൽ വേറൊരു തരത്തിൽ നമുക്ക് പ്രഷറും കൂടാണ്. ഒരു കമേഴ്ഷ്യൽ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്കതൊരു പ്രഷറാണ്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ബെഞ്ച് മാർക്ക് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു കോടി എനിക്ക് ബ്രേക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു കോടി ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ക്ലബ്ബ് അപ്പൊ അതിന്റെ ക്ലബിന്റെ ഒരു പകുതി ബജറ്റെങ്കിലും ഉണ്ടാവും ഈ സിനിമയ്ക്ക്. അപ്പൊ എനിക്ക് ഈ ക്ലബ്ബ് ക്രോസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ക്ലബ്ബ് ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈശ്വര അപ്പൊ ആലോചിക്കുമല്ലോ. അപ്പൊ ആ പ്രഷർ എന്തായാലും ഉണ്ട്, ക്ലബ്ബൊക്കെ ആലോചിക്കും. അവിടെ ഒരു ഫ്രീഡം കൂടി മിസ്സാവും. കാരണം അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കോടി ക്ലബിന്റെ കളക്ഷൻ ഇതുപോലെ എന്തെങ്കിലും വേണം, ഇപ്പം അല്ലെങ്കിൽ റീലിൽ വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു സംഗതി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കവാലയ്യ ഡാൻസ് വേണം എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു ഡിസൈൻ വേണം, ഇന്ന മ്യൂസിക് ഡയറക്ടർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇപ്പം നമ്മൾ പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ കോടി ക്ലബ്ബ് ഡിസൈൻ കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു നിർബന്ധം പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഇത് സംഭവിച്ചു പോകുന്നതാണ്. ഇത് നമ്മൾ ഇവിടുന്ന് പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വിടുന്നതൊന്നും പാൻ ഇന്ത്യൻ അല്ല. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എങ്ങനെയാണ് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് മാറുന്നത്, ജിയോയുടെ പടം എങ്ങനെയാണ് അത് അങ്ങനെ ആയി മാറുന്നതാണ്. അല്ലാതെ ഡിസൈൻ ചെയ്യുന്ന സിനിമകളൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടായി വരുന്നൊരു ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നതല്ലേ. ഇത് ഈ നമ്പേഴ്സ് എല്ലാം കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള നമ്പേഴ്സാണ്. ഇപ്പോൾ സ്ട്രീമിംഗ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ അടുത്ത പടത്തിന് കിട്ടും എന്നുള്ള ഒരു പ്രൊജക്റ്റഡ് ഫിഗറാണ്, അടുത്ത പടത്തിന് എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കാനുള്ള ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഫിഗറാണ്. അല്ലാതെ ഇത് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് നമ്മളുടെ രീതിയിലുള്ള കഥകൾ പറഞ്ഞു പോവുക. ഞാൻ കാണുന്ന ഒരു USP ഉള്ള സിനിമ, എന്തിന് തിയേറ്ററിലേക്ക് എന്തിന് വരണം, ഈ സിനിമ കാണാൻ എന്തിന് വരണം എന്നുള്ള ഒരു നമ്മളിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കില്ലേ എല്ലാവർക്കും. ഓക്കെ, ഒരു ട്രെയിലറാണ് പണ്ടത്തെ കാലത്തെ ഇൻവിറ്റേഷൻ. ഇന്ന് ട്രെയിലറും പോസ്റ്ററും ഒന്നും അല്ലാതെ തന്നെ എന്തോ ഒരു വൈബുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ആൾക്കാർക്ക് അറിയാം ഇത് ഞാൻ തിയേറ്ററിൽ കാണണം എന്ന് പറയുന്ന ആ ഒരു ഇൻവിറ്റേഷനാണ്. ആ USP എന്തോ അതിലുണ്ട് എന്നുള്ള ഒരു സംഭവം ആൾക്കാർക്ക് കിട്ടുകയാണ്. അത് ഡെഫിനറ്റ്ലി ആൾക്കാർ തിയേറ്ററിൽ വന്നിരിക്കും അത് കാണാനായിട്ട്. ചിലപ്പം ബഡ്ജറ്റിന്റെ കൂടുതലോ അല്ലെങ്കിൽ ഫാക്ടറി ഫാക്ടറോ ഒന്നും ആയിരിക്കില്ല. ഒന്നുമല്ല. ഈ പാൻ ഇന്ത്യൻ ഡിസൈനും ഇല്ല, അങ്ങനെ ഒരു ഡിസൈൻ. ജയഹേ വരുന്ന സമയത്ത് ജയഹേ തിയേറ്ററിൽ ലോങ് റണ്ണും സക്സസ് ഉണ്ടാക്കിയത്. ജയഹയുടെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ അന്നത്തെ എല്ലാ സോക്കോൾഡ് മറ്റേ കോടി ക്ലബ് ഡിസൈനേ അല്ലല്ലോ. അല്ല, പക്ഷെ അത് ഭയങ്കര സക്സസ്. രോമാഞ്ചത്തിന്റെ അങ്ങനെ ഒരു ഡിസൈൻ അല്ലല്ലോ, മാളികപ്പുറത്തിന്റെ അങ്ങനെ ഒരു ഡിസൈൻ അല്ല. ഇപ്പോൾ ക്ലബ് ഇപ്പോൾ മറ്റേ ഈ പറയുന്ന പോലത്തെ ഒരു ഐറ്റം ഡാൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ അതിലൊന്നും, അല്ലെങ്കിൽ റീൽസിൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടെന്ന് ഒരിക്കലും അല്ല. അതൊരു പ്രഷർ ഫാക്ടർ ആവുമോ ഈ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ? ഇപ്പം അതൊരു കഥ നിങ്ങളോട് പറയാൻ ആക്ടർ എന്നുള്ള രീതിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ സംവിധാനത്തിൽ വരുമ്പോഴോ ഇങ്ങനൊരു സംഗതി വേണ്ടേ? നേരത്തെ നമ്മൾ പറയല്ലോ, നേരത്തെ നമ്മളൊരു 25 വർഷം മുമ്പുള്ള ഇൻഡസ്ട്രി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റണ്ട് വേണം, ത്യാഗരാജ മാസ്റ്റർ ഇന്ന് ചെയ്യണം എന്നൊക്കെ വന്നിട്ട് നമ്മൾ ഒരു ഫോർമുല ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഇപ്പം അതൊരു ആവശ്യമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു
പാട്ടെങ്കിലും വേണം, ഇന്നയാള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്താലായിരിക്കും ഇപ്പോൾ വർക്ക് ആവുക എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി അത്രയും മലയാളത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ അല്ലേ ഇല്ല അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു പാട്ട് വരണം എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഓർഗാനിക്കലി ആ സ്ഥലത്ത് അത് വരണം എന്ന് കുറച്ച് തോന്നുന്നുണ്ടെങ്കിൽ കാലം മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയിലൊക്കെ ഒരു സമയത്ത് ഹരിശ്രീ അശോകൻ കത്തി നിന്നിരുന്നൊരു സമയം, അത് കഴിഞ്ഞ് അശോകേട്ടൻ്റെ ആ പടം റിലീസാകുമ്പോഴേക്കും അശോകേട്ടൻ്റെ വാല്യൂ കുറഞ്ഞു. അപ്പം ഈ ഡയറക്ടറും എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ അശോകേട്ടൻ്റെ പോർഷൻസ് നമുക്ക് കുറയ്ക്കാം, കാരണം ഇത് എഡിറ്റ് ചെയ്യുന്ന ഉണ്ടാക്കുകയുള്ളൂ, ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഇത് എന്താണ് വർക്കാവുന്നത്, എന്ത് തരം വർക്കാവില്ല, അത് ഈ സോഷ്യൽ മീഡിയക്ക് മുമ്പുള്ള ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവത്തിനകത്ത് 50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസത്തിൽ തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. എനിക്കത് മലയാളത്തിന്റെ കാര്യത്തിൽ അത്രയും ഇത് വരുന്നില്ലെന്നോ അല്ലേ? ഇപ്പം ജിയോ എങ്ങനെയാണ് കാണുന്നത് ഈ നമ്പർ ഗെയിമിനെ? അല്ല, നമ്മളിപ്പോൾ പണ്ട് 100 ദിവസം 50 ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയായി എന്നുള്ളതാണ് സിനിമയുടെ സക്സസ്. എനിക്ക് തോന്നുന്നത് നമുക്കങ്ങനെ പ്രഷർ ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഒരു സമയത്ത്. കാരണം ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആര് സിനിമ എഴുതാൻ പോയാലും നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇന്ന രീതിയിലൊരു സിനിമ എന്നെ ട്രസ്റ്റ് ചെയ്യുക, അല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരു പ്രൊഡ്യൂസറോ ഒരു കമ്പനിയോ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നമുക്കൊരു എങ്ങനെയാണ് ഒരു തിയേറ്റർ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് തിയേറ്ററിൽ മാസമായിട്ട് ഓഡിയൻസ് വരുമെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ സംഭവിക്കുന്നില്ല. എനിക്കൊന്ന് ആളുകളെല്ലാം ഓൾറെഡി എൻ്റർടൈൻഡ് ആണ്. ഈ ഫോണിൽ റീൽസിൽ എല്ലാതരം എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ട്. സോ ഇമോഷണൽ ആയിട്ടുള്ള റീൽസ് ഉണ്ട്, ഫണ്ണുണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ ഇത്രയും എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യർ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഈ എൻ്റർടൈൻമെൻറ്റ് സാധനം കയ്യിലിരിക്കുന്ന സാധനം മാറ്റി വെച്ച് 2 മണിക്കൂർ നമ്മൾ ഇരുത്തണം. അപ്പോൾ അതിനെ ഒരു വില്ലിങ് ആകുക എന്നുള്ള തരം കണ്ടൻറ്റുകൾ അതിനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഓൾറെഡി എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുന്നവരാണ് ഈ പൈസയും കൊടുത്ത് വരുന്നത് സിനിമ കാണാൻ. അതിനെ വാല്യൂ ചെയ്യണം. കാരണം നമ്മൾ കുറേ കൂടെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് കൊടുക്കണം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ളത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഭയങ്കര തിയേറ്റർ സക്സസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഇപ്പോൾ ഈ കാതൽ എന്ന് പറഞ്ഞ സിനിമയാണ് തിയേറ്ററിൽ ഇപ്പോൾ എൻ്റെ സിനിമ മനുഷ്യർ കണ്ടില്ല. ഇതിന് മുന്നേ വന്നിട്ടുള്ളത് തിയേറ്ററിൽ 2 പടങ്ങൾ വന്നിട്ടുണ്ട്, 3 പടങ്ങൾ വന്നിട്ടുണ്ട്, കാര്യമായി ആൾ കയറിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ ഇറ്റ്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. എനിക്കിഷ്ടമാണ് അതൊക്കെ, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡുമാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ പരിപാടി? ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ തിയേറ്ററിൽ വർക്കാവുന്ന പല പടങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കിംഗ് ആണ്. ഇപ്പോൾ ജയ ഹേ ആണെങ്കിലും ജയഹേ കാതലിന്റെ ഷൂട്ടിനിടയിലാണ് പോയി കണ്ടത്. അതെ 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 അത് അറിഞ്ഞ കാര്യമാണോ? കാതൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം മിസ്സാക്കാതെ കണ്ടതാണ്. കാതലിന്റെ സമയത്ത് പല സിനിമകളും കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ ബേസിൽ പടം ഉണ്ടല്ലോ ഇപ്പൊ ജാനെ മന്നെ, വലിയ ഭാഗ്യം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ 2:30-3 മണിയാകുമ്പോൾ പരിപാടി വരും. മമ്മൂക്ക സിനിമയിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സൗകര്യം അതായിരുന്നു. ഞങ്ങൾ ചോറുണ്ടിട്ട് അതായത് അത് നമ്മളൊരു സൗകര്യം. നമുക്ക് 9:30 വരുള്ളൂ. മമ്മൂക്ക ഇല്ലാതെ എടുക്കാൻ ഒരു സീൻ എടുത്താൽ നമുക്ക് വരുമ്പോഴേ എടുത്ത് തീരില്ല. അപ്പോൾ 9:30 തുടങ്ങിയാൽ മതി. നമ്മൾ 7 മണിക്ക് തന്നെ വരും, 6:30 തന്നെ വരും, വർത്തമാനം പറഞ്ഞിരിക്കും, ചായ കുടിക്കും. നമുക്ക് വരുമ്പോൾ എടുക്കും. മമ്മൂക്കയ്ക്ക് ഒരു 5 മണിക്കും പോകണം, അപ്പോൾ പൊക്കോട്ടെ, നമ്മൾ 5 മണിക്ക് പോകുന്നു. അപ്പം പല സമയത്തും നേരത്തെ തീരെ സിനിമ കാണാൻ പോകാം. നമ്മുടെ വീട്ടിൽ നിന്ന് പിള്ളേരും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മമ്മൂക്കയ്ക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഈ പല മനുഷ്യരുടെയും കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ വരും. അപ്പോൾ ഒരു തരം വീടായിട്ട് തന്നെ മാറി അവിടുത്തെ. ഈ പറഞ്ഞ മമ്മൂക്ക ഇവരുടെ ഒക്കെ കൂടെ കളിച്ചും അങ്ങനെയൊക്കെ കുറേ ഫാക്ടർ ഉണ്ട്. ഈ പുറത്തുനിന്ന് വരുന്ന മനുഷ്യർ ഇതിനെ ഭയങ്കര ലൈവ് ആക്കുന്നുണ്ട്. സോ അതുകൊണ്ട് സമാധാനമുണ്ട്. ഈ സമാധാനമാണല്ലോ നമ്മളേറ്റവും ആഗ്രഹിച്ച് ലൈഫിലെ സിനിമാക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അത് ബേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സ്ട്രെസ് ഉണ്ടായാലും അതും ഇതിൻ്റെ ഭാഗമായി തന്നെ കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ശ്രുതിയുടെ സിനിമയ്ക്ക് മുമ്പാണെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻട്രാക്റ്റീവ് വീഡിയോ കൂടി ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ സിനിമ വലിയ തിയേറ്റർ ഡിസൈൻ സിനിമ സമയത്ത് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, മ്യൂസിക്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിലറിനേക്കാൾ ഡിമാൻഡിങ് ആവുന്ന രീതിയിൽ ഒരു മാസീവ് അപ്പീൽ കിട്ടുന്ന മ്യൂസിക് വേണമെന്നൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ. നിങ്ങൾ വളരെ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള മ്യൂസിക് നേരത്തെ ചെയ്തുകൊണ്ട് ചോദിച്ചാൽ മ്യൂസിക്കിന് അങ്ങനെ ഒരു പുതിയ കാലത്ത് വേറെ കൂടുതൽ കാര്യമായ റോളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാനും ജിയോ ചേട്ടനും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോഴത്തെ ആളുകളുടെ ഈ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ യങ് ജനറേഷനിൽ അവരുടെ മ്യൂസിക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അതായത് ഒരു ചിരകാല പ്രതിഷ്ഠ നേടേണ്ട
ഒരു സാധനമല്ല സംഗീതം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ജീവിക്കുന്നവരാണ് എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ഇന്നത്തെ കാലത്തെ കുട്ടികളെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആവുന്ന സാധനങ്ങളെ അവർക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ കാലാകാലം പാടി നടക്കേണ്ട സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ മക്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് എന്ന് പറയുന്നത് മലയാളത്തിലുള്ളത് ആദരാഞ്ജലി നേരട്ടെ. ആ സോങ്ങാണ്. അവരത് UK പോയി ഡാൻസ് ചെയ്ത് അവിടുത്തെ പിള്ളേരുടെ കൂടെ ഡാൻസ് ചെയ്ത് റീലായിട്ട് ഇടുന്ന അങ്ങനെയുള്ളൊരു ട്രെൻഡിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് മ്യൂസിക് എന്ന് പറയുന്നത് അതിങ്ങനെ കാലാകാലം പാടി നടക്കേണ്ടതല്ല. ഒരു സമയത്ത് അത് ട്രെൻഡിങ് ആവണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ കേൾക്കണം എന്നില്ല, അത് നിലനിന്ന് പോകണം എന്നില്ല, ഒന്നും വേണ്ട. ആ ഒരു സമയത്ത് അത് ട്രെൻഡിങ് ആയിക്കൊള്ളണം. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനെ ജഡ്ജ് ചെയ്യാൻ ആളല്ല. പക്ഷേ ഇപ്പം ഞാൻ സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മ്യൂസിക് ഉപയോഗിക്കുക എന്ന് വിശ്വസിക്കുന്നത്. സിനിമയും സംഗീതവും വേറെ തന്നെയാണെന്നേ. അപ്പോൾ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മളൊരു സിനിമയെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംഗീതം ചെയ്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും മ്യൂസീഷ്യൻ സുദീപ് പാൽനാടും കൂടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പേരിലാണ്. അവൻ എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ സാധനമൊക്കെ ചെയ്തു വെച്ചാൽ ഞാനിവിടെ എന്ത് ചെയ്യാനാണ്, ഇവിടെ മ്യൂസിക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല, വേണ്ട. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാട് അതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ജോജിയൊക്കെ അതിൽ വളരെ കുറച്ച് മ്യൂസിക് യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആ ഇമോഷൻ എന്ത് രസമായിട്ടാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇമോഷൻസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ചില ഇമോഷൻസിനെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് സംഗീതം ഉപയോഗപ്പെടുത്തേണ്ടത്. ചിലയിടത്ത് ഇമോഷൻസ് ഫെയിൽ ചെയ്യുമ്പോൾ സംഗീതം ഉപയോഗിക്കും. അങ്ങനെ ഞാൻ എൻ്റെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അയ്യോ ഇത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നുമ്പോൾ അവിടെ കുറച്ച് മ്യൂസിക് നമ്മളിങ്ങനെ പുട്ടിന് പീര പോലെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ശരിക്കും അതൊക്കെ പരാജയമായിട്ടാണ്. അതെ 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 ഞാനെൻ്റെ പരാജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മ്യൂസിക് ഇല്ലാതെ ഒരു സീൻ വർക്ക് ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കാം, അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ഐ ഡോണ്ട് നോ. പിന്നെ അതല്ല, പിന്നെ നമ്മൾ മ്യൂസിക്കൽ ഇപ്പോൾ ആമേൻ പോലുള്ളൊരു സിനിമ, ദാറ്റ്സ് എ കംപ്ലീറ്റ് മ്യൂസിക്കൽ. അത് അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഒരു സിനിമയെ കൺസീവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സംഗീതം അവിടെ ആവശ്യമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാന്ന് ഒരു സമയത്ത് ലൊക്കേഷനിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ എഡിറ്റ് ചെയ്ത് സിനിമ കണ്ടിട്ട് സീൻസ് കണ്ടിട്ട് പലപ്പോഴും എഡിറ്റിംഗ് റൂമിൽ വന്ന് കണ്ടിട്ട് ഇത് ലൊക്കേഷനിൽ കണ്ട പോലെ വർക്ക് ആവുന്നില്ല. ലൊക്കേഷനിൽ മറ്റേ സ്പീക്കറൊക്കെ വെച്ച് മ്യൂസിക് ട്രാക്ക് ഇട്ട് ഞെട്ടിക്കുവാണ്. അവിടെ ആൾക്കാർ ഇത് ഈ സീനായിട്ട് വർക്ക് ആവുക എന്നുള്ളതല്ല, ആൾക്കാരെ ഇംപ്രസ് ചെയ്യുക ലൊക്കേഷൻ എഡിറ്റിന്റെ പ്രത്യേകത. വേറെ ട്രാക്ക് വേറെ ട്രാക്ക് എന്തെങ്കിലും ട്രാക്ക് അങ്ങനെയാണല്ലോ, റെഫറൻസ് ട്രാക്കൊക്കെ ഇട്ട് ഇത് ബേസിക്കലി ആൾക്കാരെ ഇംപ്രസ് ചെയ്യിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സിനിമ ക്രോണോളജിയിലൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ, ഇത് തുടക്കം മുതലൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് വർക്ക്, ഇത് അന്ന് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ആയിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ല. ഇപ്പൊ ഈ ട്രാക്ക് ഇല്ല. ഇൻഡിവിജ്വൽ ആയിട്ട് കാണുമ്പോൾ ഓക്കെയാണ്. റഹ്മാന്റെ സാധനമൊക്കെ ഇട്ടിട്ട് കാരണം അവിടെ തോമസ് ന്യൂമാൻ വരും, ഹാൻസ് സിമ്മർ വരും, ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ എനിയോ മോർഗൻ വരും. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും നമുക്ക് ദിലീഷ് എന്താ അങ്ങനെ അതിനെ കാണുന്നത്? മ്യൂസിക് സിനിമയിലുള്ള റോൾ ഇപ്പോഴത്തെ അത് കൂടി വന്നിട്ടുണ്ടോ? മ്യൂസിക് ഇപ്പോൾ ഒരു സിനിമ ഒരു എൻസംബിൾ ആർട്ട് എന്നൊക്കെ ഉള്ള നിലയിൽ മ്യൂസിക്കിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട്. അതിന് മ്യൂസിക്കിൻ്റെ എല്ലാ സാധ്യതകളും നമ്മുടെ ഒരു ഇമോഷനെയോ ഒരു സീനിനെയോ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതിങ്ങനെ സിനിമയിൽ നിന്ന് അകന്ന് നിൽക്കാതെ എന്നൊക്കെ ഉള്ളത് തന്നെയാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് അത്രയൊക്കെ ധാരണയായിരിക്കും. കമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പാട്ട് ഹിറ്റ് 30 സെക്കൻഡ് മതി, റീൽസിൽ ഹിറ്റ് ആയാൽ മതി. ഈ അടുത്ത് ഞാൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പാട്ട് തുടങ്ങിയപ്പോൾ ഇത് പാട്ടാ, ആ സിനിമ ഇറങ്ങിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ആ സിനിമ കാണുന്നത്. അപ്പോൾ പാട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ആ പാട്ട് മനസ്സിലാവുന്നേ ഇല്ല, ഇത് ഏത് പാട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഹുക്ക് ലൈൻ വന്നു, അത് മറ്റേ റീൽസിൽ ട്രെൻഡിങ് ആയ അപ്പൊ ഈ പാട്ടായിരുന്നു ഈ പാട്ട്. എനിക്ക് ആ 30 സെക്കൻഡ് ഈ സിനിമയിലെ പാട്ട് അതൊക്കെ അപ്പോഴെനിക്ക് ഇത് ഈ പാട്ട് ഈ സിനിമയിലെ പാട്ടാന്ന് ഇപ്പോഴും അറിയുന്നത്. റീൽസിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്, ആ പാട്ടാണ്. അതിന്റെ തുടക്കം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മറ്റേ സിനിമ കണ്ടുകൊണ്ടിരുന്ന അതാണ് റീൽസിൽ ആ 30 സെക്കൻഡ്സ് ആ സിനിമയ്ക്ക് അതാണ് അതിന്റെ കമേഴ്ഷ്യൽ. ആ 30 സെക്കൻഡിൽ എന്തെങ്കിലും ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ട് അല്ലേ ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ. ഹുക്ക് ലൈൻ എന്ന് പറയുന്നത് തന്നെ സമയത്തായിരിക്കും. നമ്മൾ 5 മിനിറ്റ് പാട്ടിൽ നിന്നുള്ള ഏറ്റവും ചെറിയ പോർഷൻ ഏതെങ്കിലും
ending ന്ന് വരാം എന്നുള്ളതാണ്. എനിക്ക് അല്ലേ? റെഫറൻസ് മ്യൂസിക് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ്. ആ. ഞാൻ എഡിറ്റിംഗ് ടേബിളെ കയറ്റൂല റെഫറൻസ്. എനിക്ക് പലതവണ ഇപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ നമുക്കങ്ങനെ ഒരു പാട്ടൊക്കെ വരാറാകും അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് കിട്ടാൻ താമസിക്കുമ്പോഴൊക്കെ നമ്മൾ റെഫറൻസ് ഇട്ടിട്ട് അതിന് ഷൂട്ട് tune ചെയ്ത് ഇതിട്ടിട്ട് പിന്നെ നമ്മൾ വേറെ ഇതുമായിട്ട് എന്ത് സെറ്റായിട്ട് ഇട്ടാലും പിന്നെ ഏത് പിന്നെ വേറെ എന്ത് മ്യൂസിക് ഇട്ടാലും വന്നാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി കൂടെ രസം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ. എവിടെയോ. അതിനുശേഷം ഞാനത് തീരെ റെഫറൻസ് ഉപയോഗിക്കരുതെന്ന് പറയും. എനിക്ക് പക്ഷേ നമ്മൾ ഈ എനിക്ക് റെഫറൻസ് പറയുന്ന മ്യൂസിക് ഭയങ്കര റീൽ ഇൻഫ്ലുവൻസ് ഒരു ഒക്കെ കട്ടൻ- പറയുമ്പോഴേ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ, ഒരു സാധാരണ പ്രേക്ഷകന്, അതിപ്പോൾ ഒരു വെള്ളിയാഴ്ച 5 സിനിമ വരുന്ന മലയാള ഇൻഡസ്ട്രി, അതിൻ്റെ കൂടെ മറ്റ് ലാംഗ്വേജൊക്കെ വരുമ്പോൾ നമുക്കൊരു 5-നും 7-നും ഇടയിലൊക്കെ സിനിമ കാണാം. പക്ഷേ അയാളുടെ മൊബൈലിൽ, അയാളുടെ കയ്യിലെ ഗാഡ്ജറ്റിന്, സ്മാർട്ട് ടി വിയിൽ, ഇതിലൊക്കെ ആയിട്ട് എത്രയോ കണ്ടന്റ് കിടക്കുകയാണ്. അത് നമ്മൾ റീൽസ് ആവാം. അപ്പോൾ രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ തുടർച്ചയായിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സിനിമ കൊണ്ട് എൻ്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ സിനിമയിലൊരു അറ്റൻഷൻ സ്പാൻ സെറ്റ് ചെയ്തിട്ട് അവിടെ കണ്ടീഷൻ ചെയ്തിട്ട് ഹുക്ക് ചെയ്യുക എന്നുള്ളിടത്ത് എങ്ങനത്തെ സിനിമയാണ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നേരത്തെയുള്ള ധാരണയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇതിപ്പോൾ ജിയോ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ റീല് കാണുമ്പോൾ ഈ റീലിനകത്ത് ആദ്യം വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു വളരെ സെൻസിറ്റീവായ ഒരു സംഭവമായിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഭയങ്കര സെക്ഷുവൽ കണ്ടന്റ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞൊരു പ്രൊപ്പഗാൻഡ വീഡിയോ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ചുമ്മാ ഒന്നുമില്ലാത്ത എന്തോ ഒരു പരസ്യ വീഡിയോ. ഇതിങ്ങനെ ഈ 30 സെക്കൻഡിൽ ഈ സാധനം നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എഡിറ്റിൽ പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം ഇതിനൊരു ഗ്രാഫ് ഇല്ലല്ലോ, ഇത് ഇപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർ. ഇത് കഴിഞ്ഞാൽ അടുത്തത്, ഇത് കഴിഞ്ഞാൽ അടുത്തത്, എല്ലാം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫീഡിങ് കിടക്കുക അകത്തോട്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അവനെ ഇതൊരു വലിയ സ്ക്രീനിലേക്ക് എത്തിക്കാൻ ഒരു ഘടകം വേണം. ആ ഘടകം ചിലപ്പം അത് വലിയ സ്ക്രീൻ, അത് സ്കെയിലല്ല, പടത്തിൻ്റെ സ്കെയിലൊന്നുമല്ല. അതിനകത്ത് എന്തോ ഒരു സാധനം അവനെ ചാമിങ് ആയിട്ട് തോന്നുന്നു. ഇപ്പം ചില പ്രൊഡ്യൂസർമാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ട്രെയിലർ ഈ പോസ്റ്ററൊക്കെ എന്നാ OTT റിലീസ് എന്നാണ് ചോദിക്കുന്നത്. അത് അങ്ങനെ തന്നെ ചില സിനിമകൾ അങ്ങനെ ചോദിക്കുന്നത്. കാരണം അവര് മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്തു ഇത് ട്രെയിലറിന്റെ താഴെ ഇത് OTT യിൽ കാണാം എന്നുള്ള ഒരു തിയേറ്റർ വാച്ച്. OTT stuff. അങ്ങനെ ഇപ്പം ദിലീഷ് ആണെങ്കിൽ അടുത്ത സിനിമയുടെ ആലോചനയുടെ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അടുത്ത സിനിമയുടെ ആലോചന എന്തായാലും തുടങ്ങി കാണുമല്ലോ. അപ്പോൾ ഇനി എങ്ങനത്തെ സിനിമ കാണണം എന്നുള്ളത് മുൻപ് ആലോചിച്ച അതേ രീതിയിൽ, അതേ പ്ലാനിലാണ് പുതിയ കാലത്തും കാണുന്നത്? എന്തെങ്കിലും മാറ്റം അതിൽ വന്നിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അപ്ഡേറ്റ് ഉറപ്പായിട്ട് നമ്മുടെ ആലോചനകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനങ്ങനെ ഒരു തിയേറ്ററിലെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ കോവിഡിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനകത്ത് മാറിപ്പോകാവുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമ കൊണ്ട് മാറ്റാവുന്ന മാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞത് എന്തുവരെയാണ് ഞാൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്, കഴിഞ്ഞ എൻ്റെ സിനിമ എന്തായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്റ്റെപ്പും കൂടെ എനിക്ക് രസമുള്ള, എന്നെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതോ, എന്നെ ഇനി ഡയറക്റ്റ് എന്നൊക്കെയുള്ളതാണ് ഞാൻ ആലോചിക്കാറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു അപ്പുറത്ത് ഒരു ചെറിയൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അങ്ങോട്ട് ഒരു 2 മാസം കാണിച്ചു എന്ന് കരുതി ഇനി ആളുകളുടെ ടേസ്റ്റ് അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫിലിംസ് ആയിരിക്കും വരിക എന്ന് ജഡ്ജ് ചെയ്ത് എൻ്റെ സിനിമേനെ അത്ര ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ ഞാൻ ചെയ്തു വന്ന സിനിമകൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെയൊരു ജോണറിൽപ്പെട്ട അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് പ്രോസസ്സുള്ളൊരു സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ, അതിൻ്റെ പുറകെ പോകാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കളിക്കുന്നില്ല. ഞാൻ അങ്ങനെ നമ്മൾ ആ ട്രെൻഡാണ് സെറ്റ് ചെയ്യേണ്ടത് ഒരു ഫിലിം മേക്കർ, അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡിന്. കാരണം ഇന്നലെ വരെയുള്ള ട്രെൻഡ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ട്രെൻഡ് ഇതാണെങ്കിൽ ഞാൻ അതിലില്ല എന്നാണ് എൻ്റെ ഒരു, അല്ല ഞാൻ ശ്രമിക്കാറ്. ഇതാണ് ട്രെൻഡെങ്കിൽ ഞാൻ ട്രെൻഡിൽ നിന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി അത് ട്രെൻഡാകാൻ പറ്റുമോ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ബേസിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ കുഞ്ഞിരാമായണം അതിൽ നിന്നൊന്ന് എലവേറ്റ് ചെയ്യാണ് ഗോദയിലെത്തുമ്പം. അവിടുന്ന് ഈ 2 സിനിമകളിൽ നിന്നും അതിൻ്റെ സ്കെയിലിലാണെങ്കിലും അതിൻ്റെ വിഷ്വൽ ഡിസൈനിലാണെങ്കിലും തീർത്തും വ്യത്യസ്തമായിട്ടാണ് മിന്നൽ മുരളി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വെറുതെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് കരിയർ എന്നാണല്ലോ പറയുന്നത്, ഫിലിം കരിയർ, അല്ലെങ്കിൽ കരിയറിൽ ഫോം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കരിയറിൽ തിരിച്ചടി നേരിടുന്നത്. അപ്പോൾ നമ്മളൊരു മറ്റൊരു കരിയർ, സിനിമയല്ലാത്തൊരു കരിയർ ആണെങ്കിൽ നമുക്കവിടെ ഒരു പ്ലാൻ ഉണ്ടാവും, നമുക്കൊരു പ്രൊമോഷൻ വേണം, ഈ സമയത്ത് സെറ്റിൽ ആവണം എന്നൊക്കെ. സിനിമയുടെ കാര്യത്തിൽ അടുത്തൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഫിക്സഡ് പ്ലാനൊക്കെ ഉണ്ടാവുമോ? ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഇത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ഈ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ നാളെ എന്ത് ചെയ്യണം, അടുത്ത ആഴ്ച എന്ത് ചെയ്യണം, 1 മാസം കഴിഞ്ഞ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോകാറ്. അത് പെട്ടെന്ന് അന്നേരം തോന്നുന്ന പോലെ അല്ല ചെയ്യാറ്. അപ്പോൾ
അങ്ങനത്തെ സിനാരിയോയിൽ ഡെഫിനറ്റ്ലി അടുത്തത് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ദിലീഷ് ചേട്ടൻ പറഞ്ഞ പോലെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ പറയുന്ന പുതിയൊരു ട്രെൻഡ് എന്താണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ട്രെൻഡ് സെന്റർ നമ്മളൊരു ട്രെൻഡ് എങ്ങനെ ഉണ്ടാക്കും? ഓൾറെഡി ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ചെയ്യുന്നതിൽ ഇപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഇനിയിപ്പോൾ കാര്യമില്ലല്ലോ. നമ്മളിനി അതിൽ നിന്ന് മേലോട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചു പിള്ളേരും ഒക്കെ ജനറേഷനൊക്കെ അവരിനി ഒരു വലുതാവുമ്പോൾ ഒരു പോയിന്റിലേക്ക് അപ്പോഴും നമ്മളിവിടെ സർവൈവ് ചെയ്യണമല്ലോ. അല്ലാതെ ഇത് ഒരു 5 വർഷത്തെ പ്രോസസ്സോ 10 വർഷത്തെ കാര്യമല്ല. ഞാൻ ഒരു 20 വർഷം കഴിയുമ്പോൾ ഞാൻ സിനിമ ചെയ്യുന്ന സിനിമ കാണാൻ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ അന്നേരം അവർ ചെറുപ്പക്കാരായിരിക്കും. അപ്പോൾ അവർ തിയേറ്ററിലേക്ക് വരാൻ എക്സൈറ്റഡ് ആവണം എൻ്റെ സിനിമ കാണണമെങ്കിൽ. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇപ്പോഴേ ആലോചിക്കണം അതിന് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന അപ്പ് സ്കില്ലിങ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ പണ്ട് കാർട്ടൂൺ ഇപ്പോൾ ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേർ കൊക്കോമെലനും അതും കാണുന്നത്. അവരുടെ എഡിറ്റ് പാറ്റേൺ തന്നെ അവർ കാണുന്ന പ്രായത്തിൽ തന്നെ അത് വേറെയാണ്. അവരുടെ കളേഴ്സ് വേറെയാണ്, അവരുടെ മ്യൂസിക് സെൻസിബിലിറ്റി വേറെയാണ്. പെട്ടെന്നൊക്കെ എഡിറ്റ് പോകുന്നത്. ടോം ആൻഡ് ജെറി വരച്ചുണ്ടാക്കണമായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ തന്നെ അത്രയും ഒരു ഫ്രെയിമിന് അത്രയും സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന പിള്ളേർ അങ്ങനല്ല. അപ്പോൾ നമ്മളെ സിനിമ സ്ലോ ആകുമ്പോൾ അവർ ലാഗാന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അവർ ആ സിനിമ കാണാൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റം നമ്മുടെ സിനിമയിൽ വരണമല്ലോ. അപ്പോൾ ആ അപ്പ് സ്കില്ലിങ് എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലേ പറ്റുള്ളൂ. എഫേർട്ട് അങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം. അതിന് ഞാൻ ഈ പറയുന്ന ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെ കമ്പ്യൂട്ടർ അത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഈ പറയുന്ന എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും IT-യും ഒക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സ് എപ്പോഴും കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജഡ്ജ്മെൻറ്റ്സ് ചിലപ്പോൾ പാളുമായിരിക്കും, ചിലപ്പോൾ സിനിമകൾ ഫ്ലോപ്പ് ആകുമായിരിക്കും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രോസസ്സ് താല്പര്യമില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ഇന്ന് വൈകുന്നേരം നമുക്ക് എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്, അവൻ എന്നെ കളിയാക്കിയിട്ട് പറയും ഞാൻ ഒരു മെയിൽ അയക്കാം, എന്നിട്ട് നീ അതിനനുസരിച്ച് നിന്റെ പ്ലാനിനനുസരിച്ചിട്ട് നീ പറ. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ പ്രോസസ്സ് എന്തൊക്കെ സക്സസും ഫെയിലിയറും സംഭവിച്ചാലും ഈ പ്രോസസ്സ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റെലവൻ്റ് ആയിട്ട് നിൽക്കണം. 70-ാമത്തെ വയസ്സിന് ഞാൻ സിനിമ ചെയ്യുമ്പോഴും എൻ്റെ സിനിമ കാണാൻ ആൾക്കാർ വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അത് ഞാൻ ഇപ്പോഴേ വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. 70-ാമത്തെ വയസ്സിന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ അന്നേരത്തെ പിള്ളേർ ആലോചിക്കുന്നത് എനിക്ക് ചിലപ്പോൾ ആലോചിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അപ്പോഴത്തേക്ക് കിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഞാൻ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞ കരിയർ എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞത്. ഇനി എങ്ങനത്തെ സിനിമ ചെയ്യണം, ഇനി ഇങ്ങനെ സിനിമ ചെയ്യാമെന്നൊക്കെ പറയുന്ന നമ്മളുടെ ചൂസ് ചെയ്യുന്ന മൊമെന്റിലേക്ക് എങ്ങനെയായിരിക്കും എത്തുക? ഇനി സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും നമ്മളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ ചെയ്യാവൂ എന്ന് ശഠിക്കുന്ന ഒരു പക്ഷം മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തരുന്നുണ്ട് പലരും. ഈ വരുന്ന സ്ക്രിപ്റ്റുകളൊക്കെ സ്ത്രീപക്ഷ സിനിമകൾ, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എന്താ പറയുക ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സാധനങ്ങൾ. അപ്പോൾ എനിക്കത് വേണ്ട. അത് ഒരു തവണ അത് അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് ഞാൻ അത് മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് എല്ലാ ജോണേഴ്സിലും വർക്ക് ചെയ്യണം. എനിക്ക് കോമഡി വർക്ക് ചെയ്യണം, എനിക്ക് മാസ് എൻ്റർടൈനേഴ്സ് വർക്ക് ചെയ്യണം, എനിക്ക് എല്ലാ ജോണേഴ്സും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ എനിക്ക് ഒരു സാധനത്തിൽ ഹുക്റ്റായി ആ ടൈപ്പ് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായി അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകളോടൊക്കെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഈ സ്ത്രീപക്ഷ സാധനങ്ങൾ എനിക്ക് അയക്കരുത്. നിങ്ങളുടെ കയ്യിൽ കോമഡി ഉണ്ടോ അല്ലെങ്കിൽ മാസ് എൻ്റർടൈനർ ഉണ്ടോ, ഉണ്ടെങ്കിൽ അയക്കൂ. അതാണ് ഞാനിപ്പോൾ പറയാറുള്ളത്. എനിക്ക് അങ്ങനെ എല്ലാം ട്രൈ ചെയ്യാനാണ് ആഗ്രഹം. മ്യൂസിക്കൽ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ ആമീൻ പോലുള്ളൊരു വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ മിന്നൽ മുരളി പോലുള്ളൊന്ന് ചെയ്യണം. എന്നെ കൊണ്ടത് പറ്റൂല, പക്ഷെ എന്നാലും എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞിരാമായണം, പിന്നെ അങ്ങനെ ജോണേഴ്സ് മാറി മാറി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സ്വപ്നം. അതാണ് ജിയോ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ കോളേജ് തന്നെ ഇറക്കി വിട്ടിട്ടുള്ള കോളേജിൻ്റെ തന്നെ കരിയർ തുടരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് എടുത്തിയാടുന്നത്. സിനിമ എന്നുള്ളതിൽ ഒരു ഇൻസെക്യൂരിറ്റി, കാരണം ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു കരിയറിലൊരു പ്രധാനപ്പെട്ട മൊമെൻറ്റിൽ ഇരിക്കുന്ന ആളാണ്. നമ്മളുടെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏതോ സമയത്ത് സെറ്റിലായിപ്പോയി, ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വേവ് ലെങ്ത്തിലേക്ക് പുതിയ ആൾ ഞാൻ ചിലപ്പോൾ നമ്മളുടെ തലമുറയും ഓരോ ആളുകളും അവരുടെ കരിയറിൽ ഇങ്ങനെ ഒരു ഫേസ് നേരിടാനുള്ളൊരു സാഹചര്യം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രെൻഡിനൊപ്പം പോവില്ല എന്ന് പറയുമ്പോഴും എന്താ ജിയോ കാണുന്നത് ഇനി ചെയ്യാനിരിക്കുന്ന സിനിമയുടെ കാര്യത്തിൽ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ? ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തരം പരിപാടികളും എല്ലാത്തരം ജോണറും ട്രൈ ചെയ്യാന്നുള്ളത്, പിന്നെ ഈ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരിക എന്നുള്ളത് ഒരു സംഭവമുണ്ട്. ഇപ്പം
എനിക്ക് ഏറ്റവും കംഫർട്ട് മലയാളമാണ്, നമുക്ക് എഴുതാനാണെങ്കിലും സിനിമ ചെയ്യാനാണെങ്കിലും. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പുറത്തുനിന്ന് പല ലാംഗ്വേജിൽ നമുക്ക് ഓഫറുണ്ട്. പലപ്പോഴും ഞാൻ അതിനോട് മാറി നിൽക്കാനാണ് എൻ്റെ ഒരു ടെൻഡൻസി. ഈ അവിടെ പോയി അത്ര ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷ് സംസാരിക്കണം, ഈ മീറ്റിങ്ങിൽ ഇരിക്കണം, അതൊക്കെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും സത്യമായിട്ടും. അപ്പം ഇപ്പോൾ ചിലപ്പോൾ ഒരു വലിയ ഹോട്ടലിലോട്ട് പോകുന്നത് പോലും നമുക്ക് ഡിസ്കംഫർട്ടാണ്. ബോംബെ പോവുക, അങ്ങനത്തെ മീറ്റിംഗ്. പക്ഷേ ഞാനിപ്പോൾ പർപ്പസ്ഫുള്ളി അത്തരം മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ. കാരണം അത് കുറച്ച് പെയിൻ എടുത്താണെങ്കിലും അത്തരം പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ നല്ല കൂട്ടുകാരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അടുത്ത സിനിമ ഏതായാലും ഇത് പറഞ്ഞ പോലെ പൊളിറ്റിക്കലൊന്നും ആവാതെ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാക്കണം എന്നൊക്കെയാണ് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും നമ്മുടെ ഈ ഒരു സെൻസിബിലിറ്റി എന്ന് പറയുന്ന സാധനം പോവാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. എനിക്കൊന്ന് കോമൺ സെൻസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മേക്കർക്ക് ഏറ്റവും വേണ്ടത്. എന്ത് സാധനം പറയണം പറയരുത് എന്നുള്ളത്. അതുണ്ടാടത്തോളം കാലം സിനിമ ചെയ്യണമെന്നുണ്ട്. ഈ സെൻസിബിലിറ്റി പോയില്ല അല്ലെങ്കിൽ പോയി എന്ന് സ്വയം മനസ്സിലാക്കുകയും വേണം. അതായത് ഇപ്പം ബേസിൽ 70ാമത്തെ വയസ്സിൽ ചെയ്യുന്ന സിനിമ 80ാമത്തെ വയസ്സിൽ ഒരു പണിയും ചെയ്യാതെ സിനിമ കാണാനുള്ളൊരു സെറ്റപ്പും സൗകര്യവും അതിന് മുന്നേ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ബേസിൻ്റെ സിനിമ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബേസിൽ ഞാൻ 70ാമത്തെ വയസ്സിൽ സിനിമ ചെയ്യാൻ എനിക്കറിയത്തില്ല. മേ ബി അന്നോ ഉണ്ടാവല്ല. ഇപ്പോൾ ആണെങ്കിലും എനിക്ക് മൊബൈലിൽ സിനിമ ചെയ്യാൻ ആണ് എനിക്ക്. കാരണം നമുക്ക് എപ്പോഴും സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടും. ഈ സന്നാഹങ്ങൾ ഈ പറഞ്ഞൊരു വലിപ്പക്കൂടുതലാണ് എന്നെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്നത്. സിനിമ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെ ആസ്വദിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും ഇതിൻ്റെ അകത്ത് കിടന്ന് നമുക്കൊരു തരം റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കുമല്ലോ. ഒരു സമയത്ത് ചുമ്മാ ഇരിക്കണം, പക്ഷേ ആ സമയത്ത് ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കണം. ഇൻസെക്യൂരിറ്റീസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ, അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ പേടിയുള്ളൊരു മനുഷ്യനാണ്. കാരണം വേറൊരു സ്ഥലത്തുനിന്ന് നമുക്കൊരു ഇൻകം ഇല്ല. മന്ത്ലി നമുക്ക് ഒരു റെൻറ്റ് കൊടുക്കാൻ തന്നെ ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സമയത്ത് മാത്രമല്ല പൈസ കിട്ടുക. അപ്പം എല്ലാ മാസവും പൈസ കിട്ടുന്നൊരു പരിപാടി എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉള്ള പേടികളുണ്ട്. പക്ഷേ ഈ സിനിമ ചെയ്യുന്ന നമുക്ക് ബോധമുള്ളിടത്തോളം കാലം സിനിമ ചെയ്യുമായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു സമയത്ത് ചുമ്മാ ഇരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ വല്ല ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചാൽ പോയി വർത്താനം പറയാം, ഏതെങ്കിലും കോളേജിൽ നിന്നൊക്കെ വിളിച്ചാൽ പോയി അവിടെ പിള്ളേരോട് കത്തി അടിക്കുക, അതിനൊരു പേയ്മെൻറ്റ് വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ എന്താവും എന്നറിയില്ല. കാരണം അടുത്ത സിനിമ ഏതായാലും ഇങ്ങനത്തെ ഒരു സിനിമ ആവല്ല. അത് മീൻസ് വേറൊരു തരം ജോണറിലേക്ക് ഒരു ഷിഫ്റ്റ് വേണം എന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വന്നു കഴിയുമ്പം അറിയാൻ എന്താവും. അപ്പോൾ താങ്ക് യു ദിലീഷ്, മഹേഷ്, ബേസിൽ, ശ്രുതി. താങ്ക് യു. അപ്പോൾ നമ്മുടെ റൗണ്ട് ടേബിൾ സീരീസ് ക്യൂ സ്റ്റുഡിയോയുടെ ഇതൊരു തുടർച്ചയായിരിക്കും. നമ്മൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായ റൗണ്ട് ടേബിൾസ് ഉണ്ടാവും. താങ്ക് യു.